വിശുദ്ധരൊക്കെ ഇപ്പോഴും ഈ ഭൂമിയിൽ അവരുടെ ഓർമ്മകൾ കൊണ്ട് ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കും, എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ജീവിക്കാൻ കാരണം? വചനം കൃത്യമായിട്ട് പറയുന്നത്, ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവർ മരിക്കുകയില്ല എന്ന്. ആ വചനം കൃത്യമാണ്. ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ മരിക്കുകയില്ല. വചനം പാലിക്കുന്നവർ മരിച്ചാലും അവരുടെ ചെയ്ത നന്മകൾ, ആ വചനം പാലിച്ച ജീവിത രീതികൾ ഒരിക്കലും ഈ ഭൂമിയിൽ നഷ്ടപ്പെട്ടു പോവുകയില്ല. അതുകൊണ്ടാണ് അവർ ഇപ്പോഴും നമ്മുടെ മനസ്സുകളിൽ അല്ലെങ്കിൽ ഹൃദയങ്ങളിൽ ഓർമ്മകളായിട്ട് നിന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചിന്തിക്കേണ്ട ഇത്രയേ ഉള്ളൂ, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും ഓർക്കാൻ വഴിയുണ്ടോ? ഓർക്കണമെങ്കിൽ വചനം ജീവിക്കണം, വചനം പാലിക്കണം. വചനം പാലിക്കുന്നവർ എന്നും മരണത്തിന് ശേഷവും ഈ ഭൂമിയിൽ ഓർമ്മയായിട്ട് മാറുമെന്ന് കർത്താവ് വചനം നമ്മളോട് പറയുക. എൻ്റെ വചനം പാലിക്കാൻ എല്ലാ ദിവസവും ഒരു അധ്യായമെങ്കിലും തിരുവചനം എടുത്തൊന്ന് വായിക്കാൻ. വചനം വായിക്കാത്ത ദിവസം അന്ധകാരം നിറഞ്ഞ ദിവസമാണ്. അത് നമ്മൾ മനസ്സിലാക്കിക്കോ. വചനം വായിക്കാതെ കണ്ണുകൾ അടയ്ക്കരുത്. എല്ലാ ദിവസവും വചനം വായിക്കണം. വചനം വായിക്കുകയും അതിലേതെങ്കിലും ഒരു വചനം പാലിക്കാൻ മനസ്സുണ്ടാവുകയും ചെയ്യും. അങ്ങനെയുള്ള ദിവസമാകട്ടെ, രാവിലെയാകാം, വൈകിട്ടാകാം, അതൊരു സമയം കണ്ടെത്തുക. നമ്മൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാത്തിനും സമയമുണ്ടാകും, അല്ലെങ്കിൽ ഒന്നിനും ഒരു സമയം ഉണ്ടാകില്ല. സമയമില്ല, തിരക്കാണ് എന്ന് നമ്മൾ പറഞ്ഞ് മാറ്റിവെക്കും. ഇഷ്ടപ്പെട്ടാൽ മാത്രമേ അതിന് സമയം ഉണ്ടാകൂ. വചനം പാലിക്കുക, നീ മരിക്കാതെ ജീവിക്കുക.